മോർണിംഗ് തന്നെ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല, നേരെ നമ്മൾ കുളത്ത് ചാടാൻ പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് കുളത്ത് പോകാൻ പൂതി ഉണ്ടായതൊന്നല്ല. ഈ കുറിപ്പ് എന്ന് വരുമ്പോഴും നാട്ടിൽ വരുമ്പോഴും എന്നോട് പറയും കൊളത്ത് പോവാന്നുള്ളത്. നീന്താൻ അറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ, എനിക്ക് വെറുതെ വെള്ളത്തിൽ നിന്ന് കൊട്ടിപ്പെടാൻ പോവാം. എന്തായാലും ഇപ്പൊ ഓരോ ആഗ്രഹമല്ലാണ്ട് സാധിച്ചു കൊടുക്കും. സ്വന്തമായിട്ട് കുളമൊന്നും ഇല്ലാത്തോണ്ടേ അമ്മായിന്റെ വീട്ടിൽ കുളമുണ്ട്. അപ്പൊ അമ്മായി വിളിച്ചോണ്ട് നമ്മൾ അമ്മായിന്റെ വീട്ടിൽ കുളത്ത് ചാടാൻ പോകും. അങ്ങനെ അവിടെ എത്തി അവിടുത്തെ പൂച്ചനോട് കുറച്ച് സലാമൊക്കെ പറഞ്ഞ അതിനെയും കളിപ്പിച്ച് അവിടെ നിന്ന് ടീഷർട്ടൊക്കെ അയച്ച് ഓടുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കട്ടോ മുകളിൽ നിന്നൊക്കെ ചാടി വന്ന് നീന്തുക കാരണല്ലേ. എന്നാ അതല്ല, വെറുതെ ആവേശത്തിൽ ഓടാന്ന് മാത്രം. മുന്നിലോടിയാൻ ആ കുളത്തിന്റെ വലിപ്പം കണ്ട് ഓനാകെ അന്താളി. മറ്റൊൾക്ക് ഓളെ വീട്ടിലെ കുളമായതുകൊണ്ട് ഓൾക്ക് പിന്നെ ഇത് പുത്തിരി. അങ്ങനെ ചെക്കൻ രണ്ടും കളിപ്പിച്ച് വള്ളത്തേക്ക് ഇറങ്ങാൻ നോക്കി. ആദ്യത്തെ ഇറങ്ങിയാലും എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടേനെ, ചെക്കൻ മുങ്ങിപ്പോയാലും ഇന്നെ കൊണ്ട് പിടിച്ചാൻ പറ്റൂല. അങ്ങനെ മെറ്റോള് ചാടി കാണിച്ചു തരാന്നുണ്ട് ഓളോ ചാട്ടം. എന്താ അല്ലേ കുട്ടികളൊക്കെ ഒരു കഴിവ്. ഓൾ ആ ചാട്ടം ചാടിയതും മത്സ്യകന്യമാരി കരക്ക്. ഇവൻ തന്നെ കരക്ക് നിങ്ങളുടെ കുറച്ച് ബടായി പറയാന്നല്ലാണ്ട് ഓനെ കൊണ്ട് നീന്താനൊന്നും അറിയില്ല കേട്ടോ. ഓന്റെ ആവേശം മാത്രമേ ഉള്ളൂ. ഓൻ വെള്ളത്തൊക്കൊന്നും ഇറങ്ങാതെ കുറെ ബടായി ഒട്ടിച്ചപ്പോ അമ്മായിക്ക് ഒരു വിഷമം. അവിടുന്ന് ഇവിടുന്നൊക്കെ ട്യൂബ് സംഘടിപ്പിച്ച് ഓനക്കൊരു ട്യൂബ് കൊടുത്തു. ചെക്കൻ എന്നാലും ഇറങ്ങാൻ തയ്യാറായില്ല. ഓനക്ക് ഇത് മുങ്ങിപ്പോവാന്നുള്ളൊരു പേടി ഓനക്കുണ്ട്. ഓൾ ഇരുന്നും കിടന്നും ഒക്കെ കാണിച്ചു കൊടുത്തു ഇത് മുങ്ങൂലാന്ന്. എന്നിട്ട് ഓനുണ്ടോ ഇറങ്ങണ്. രണ്ടും കളിപ്പിച്ച് നമ്മൾ ട്യൂബ് കൊടുത്തോണ്ട് ചെക്കനെ ഇറക്കാൻ നോക്കും. അല്ലേ ഇവിടത്തെ വന്നിട്ട് കരക്കുന്നിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ചെക്കനെ വെള്ളത്തിൽ ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തില്ല ഞാനും വന്നത്. ചെക്കൻ കല്ലുമ്മ പിടിച്ചിട്ടാണെങ്കിലും ചെക്കനെ ഇറങ്ങി. കല്ലുമ്മ പിടിച്ചോണ്ടെന്ന ചെക്കൻ ആ തല തൊട്ട് ഈ തല വരെ പിന്നെ പോകാൻ തുടങ്ങി. ശരിക്കും ആ തല തൊട്ട് ഇതുവരെ നീന്തിയാ പോരല്ലോ, ചാടിയും കൂടി നോക്കണല്ലോ. അങ്ങനെ രണ്ടും കളിപ്പിച്ച് ചെക്കനെ മോട്ടറാക്കി ഞാൻ ചാടിപ്പിച്ച് പോയിന്നാ ഞാൻ കരുതിയത്. പക്ഷെ ട്യൂബുമ്മ ചെക്കൻ പൊന്തി. ചാടിക്കൊണ്ടിരുന്ന ചെക്കനെ പിന്നെ നമ്മൾ എടുത്ത് എറിയാനൊക്കെ തുടങ്ങി. ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, ട്യൂബ് ഉണ്ടായതുകൊണ്ട് മുങ്ങിപ്പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടേനി. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി പിന്നെ